വെറും 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു യൂട്യൂബ് തംബ്നെയിൽ അത് മലയാളത്തിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ബർഫി ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അജന്യ. നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ വീഡിയോയിലോട്ട് പോകാം. ഈ സെയിം തംബ്നെയിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോക്ക് ഇട്ടേക്കുന്നത്. സോ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ബർഫി ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഈ അഡോബി പോലെയുള്ള ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ അങ്ങനെയുള്ള ഡിസൈൻ സോഫ്റ്റ്വെയർസിലൊക്കെ എഡിറ്റ് ചെയ്യാൻ പാടുള്ളവരൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്യാൻവ പോലത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ. സോ അതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ബർഫി ആപ്ലിക്കേഷൻ. പക്ഷെ ഇതിൽ നമുക്ക് മലയാളത്തിൽ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബർഫി ആപ്ലിക്കേഷൻ നമുക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുണ്ട്. ബർഫി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി ടെംപ്ലേറ്റ്സുകൾ ഓൾറെഡി അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കൊന്നെങ്കിൽ ആ ടെംപ്ലേറ്റ്സ് തന്നെ എഡിറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രം സ്ക്രാച്ച് ഒരു പുതിയൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാം. സോ നമുക്ക് എന്തായാലും ഇപ്പം യൂട്യൂബ് തംബ്നെയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് യൂട്യൂബ് തംബ്നെയിൽ എന്ന് പറഞ്ഞിട്ട് അവരൊരു സെക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്തുള്ള ടെംപ്ലേറ്റ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു നല്ലൊരു ടെംപ്ലേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുവാണ്. ഇതിൽ ആ ഗേളിന്റെ പിക്ചർ മാറ്റിയിട്ട് ഞാൻ എന്റെ പിക്ചർ കൊടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ആ ഗേളിന്റെ പിക്ചർ സെലക്ട് ചെയ്തിട്ട് മേളിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അത് ഡിലീറ്റ് ആവും. ഇനി നമുക്ക് എന്റെ ഇമേജ് ഇമ്പോർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് താഴെയുള്ള ബാറിൽ ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഗാലറി പോയിട്ട് നമ്മുടെ ഇമേജ് നമുക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കളയുക. എന്നിട്ട് നമുക്ക് വേണ്ട രീതിയിൽ പൊസിഷൻ അറേഞ്ച് ചെയ്യുക. ഇനി നമുക്ക് വേണ്ട ടെക്സ്റ്റുകളൊക്കെ നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഇംഗ്ലീഷിൽ നമുക്ക് വേണ്ട എന്താണോ ടെക്സ്റ്റ് അത് നമ്മൾ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സ്പേസ് അടിക്കുമ്പോഴേക്കും താഴെ അത് മലയാളത്തിൽ കാണിക്കുന്നതായിരിക്കും. ആ താഴെ വരുന്ന ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ഏറ്റവും വേണ്ടത് ഏതാണോ അത് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഇത് ഇംഗ്ലീഷിൽ തന്നെ വേണമെന്നാണെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്തിട്ട് മലയാളത്തിലൊന്നും ക്ലിക്ക് ചെയ്യാതിരുന്ന അത് ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് കൊടുക്കാനും പറ്റും. സോ ഇങ്ങനെ നമുക്ക് വേണ്ട ലെറ്റേഴ്സ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ആഡ് ചെയ്യുക. അതിനിടയ്ക്ക് നമുക്ക് വേറൊരു ഇമേജും കൂടി ഇമ്പോർട്ട് ചെയ്യണം. ഇപ്പൊ ഞാൻ ബർഫിയുടെ ലോഗോ ഇമ്പോർട്ട് ചെയ്ത പോലെ നമുക്ക് എന്തെങ്കിലും ഹൈലൈറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇമേജിൽ പോയിട്ട് ഇമ്പോർട്ട് ചെയ്താൽ മതി. പിന്നെ മേളിൽ ഒരു ലെയർ ഓപ്ഷൻ കാണുന്നുണ്ട്. ആ ലെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ എലമെന്റ്സും ഇൻക്ലൂഡിങ് ടെക്സ്റ്റ്, പിക്ചേഴ്സ് എല്ലാ എലമെന്റ്സും നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അതനുസരിച്ച് പുറകോട്ട് വേണോ മുമ്പോട്ട് വേണോ അങ്ങനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റും. ലേയേഴ്സ് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ചില ലേയേഴ്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അത് കറക്റ്റ് ആയിട്ട് കിട്ടാത്ത പോലെ തോന്നുവാണെങ്കിൽ ഇതുപോലെ നമ്മൾ ലേയേഴ്സിൽ പോയിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് റീസൈസ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അത് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കുക. ഇനി താഴെ നമുക്ക് ഒരു എലമെന്റ് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എലമെന്റ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒത്തിരി ഗ്രേഡിയന്റ് ഓപ്ഷൻസ്, ഷേപ്സ് ഒക്കെ ഉണ്ട്. അതിൽ ഞാനൊരു ഗ്രേഡിയന്റ് എടുത്തിട്ട് അതിന്റെ കളർ മാറ്റി കഴിഞ്ഞാൽ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈനിങ്ങിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ചെറിയൊരു ഗ്ലോ എഫക്റ്റ് പോലെ വേറൊരു ഷെയ്ഡും കൂടെ നമുക്ക് കൊടുക്കാം ബാക്ക്ഗ്രൗണ്ടിലായിട്ട്. അങ്ങനെ രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ഓറഞ്ചിന് പകരം ഗ്രേഡിയന്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് അറേഞ്ച്മെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാം. ഓക്കെ, സോ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഓൾമോസ്റ്റ് തംബ്നെയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഞാൻ ഈ ബർഫിയുടെ ഇന്റർഫേസ് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം. ഏറ്റവും താഴെയായിട്ട് AI ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഇമേജസ് AI യൂസ് ചെയ്ത് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സംഭവം ജനറേറ്റ് ചെയ്യാം. ജനറേറ്റ് ആൻ ഇന്റീരിയർ ഓഫ് എ ഹൗസ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പം അതവിടെ ജനറേറ്റ് ചെയ്ത് കിട്ടും. ഇത് കണ്ടില്ലേ? ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വേണമെങ്കിൽ ലേയേഴ്സിൽ പോയിട്ട് അത് ഏറ്റവും ബാക്കിലോട്ട് ആക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആക്കാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ AI ഇമേജ് ജനറേറ്റർ ഓൾറെഡി അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സോ മേളിലോട്ട് വരുമ്പോൾ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, പിന്നെ അൺഡു റീഡു ഓപ്ഷൻ ഉണ്ട്, ലെയർ ഓപ്ഷൻ ഉണ്ട്, എക്സ്പോർട്ട് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രിഡ് അതുപോലെ ക്യാൻവാസ് റീസൈസിങ് ഓപ്ഷനും അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഗ്രിഡ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് അറേഞ്ച്മെന്റ് ഓരോ ബാർസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനും ടെക്സ്റ്റ് അറേഞ്ച് ചെയ്യാനും അലൈൻമെന്റ് തെറ്റിക്കാതെ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഗ്രിഡ് യൂസ് ചെയ്യാം. പിന്നെ ക്യാൻവാസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ റീസൈസ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള പ്രൊപ്പോർഷൻസിലോട്ടും റേഷ്യോയിലോട്ടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് റീസൈസ് യൂസ് ചെയ്യാം. പിന്നെ താഴെ AI ഇമേജ് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, AI ഇമേജസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് മൈ ബ്രാൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിന്റെ കളറ്, ലോഗോ, ഗ്രാഫിക്സ്
എന്തെങ്കിലും ഫിക്സ്ഡ് ആയിട്ടുള്ള കളർ ഗ്രാഫിക്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാം. പിന്നെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ആണ്. അത് നിങ്ങൾക്ക് അറിയാം, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ടെക്സ്റ്റ്. ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഫോൺസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ യുവർ ഫോൺസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടേതായ ഫോണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫോൺ ഫയൽസ് പുറത്തുനിന്ന് ഡൗൺലോഡ് ആക്കിയിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി അങ്ങനെയുള്ള ഒത്തിരി ഫോൺസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ, ഗ്രേഡിയന്റ്, ഇമേജ്, ബാക്ക് ഡ്രോപ്പ് അങ്ങനെയുള്ള ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് എലമെന്റ്സ് ആയിട്ടും ബാക്ക് ഡ്രോപ്പ് ആയിട്ടും ഒക്കെ ആഡ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻസ്. പിന്നെ എലമെന്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഷേപ്സ്, ഗ്രേഡിയന്റ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ ഒരുപാട് ഐക്കൺസ്, സിംബൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒത്തിരി സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ക്ലിയർ ആയിട്ട് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഡ്രോയിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് ആരോ, അതുപോലെ എന്തെങ്കിലും എക്സ്ക്ലമേഷൻ മാർക്ക് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് തന്നെ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് ടെംപ്ലേറ്റ്സ് ഉണ്ട്. നമുക്ക് ആ ടെംപ്ലേറ്റ്സിന്റെ ബേസിലും ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഇന്റർഫേസിനെ പറ്റി ഒരു ധാരണ കിട്ടിയില്ലേ? ഇനി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ആ മേളിലത്തെ ഒരു ആരോ ഉള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് നമ്മുടെ ഗാലറിയിൽ പോയി സേവ് ആയിട്ട് കിടക്കും. ഇനി നമ്മൾ ബാക്ക് അടിക്കും. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ബാക്കിലോട്ട് നമുക്ക് ഇടയ്ക്ക് ഡിസൈൻ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് നമ്മൾ ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ സേവ് പ്രോഗ്രസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഡിസൈൻ നമ്മളത് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ അവിടെ സേവ് ആയിട്ട് കിടക്കും. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വന്നിട്ട് റീഡിസൈൻ ചെയ്യാനും ഒക്കെ ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി ബർഫിയില് പ്രൊജക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ചെയ്ത പ്രൊജക്ട്സ് ഒക്കെ അവിടെയാണ് സേവ് ആയിട്ട് വരുന്നത്. പിന്നെ ലേൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ബർഫി ലേണിംഗ്. അവിടെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ഓൺലൈൻ വഴി തന്നെ നമുക്കത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഒത്തിരി ഓപ്ഷൻസ് അതിലും അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി കുറെ അധികം ഓപ്ഷൻസ് നമുക്ക് പ്രീമിയം മെമ്പേഴ്സിന് കിട്ടുന്നതായിരിക്കും. ബർഫി പ്രീമിയം വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. 200 സംതിങ് റേഞ്ചേ ഉള്ളൂ. സോ അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനും, വാട്ടർ മാർക്സ് റിമൂവ് ചെയ്യാൻ, പിന്നെ AI ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ, അതുപോലെ എല്ലാ പ്രീമിയം ടെംപ്ലേറ്റ്സ്, ഫോൺസ്, ബ്രാൻഡ് കിറ്റ്സ്, ഇതിലൊക്കെ ഈസി ആക്സസിബിലിറ്റി, പിന്നെ പ്രീമിയം ആയിട്ടുള്ള എലമെന്റ്സിലേക്കുള്ള ആക്സസ്, ഇതെല്ലാം നമുക്ക് പ്രീമിയം മെമ്പേഴ്സിന് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഫീച്ചേഴ്സ് ആണ്. ഇത് മന്ത്ലി പേയ്മെന്റ് ആണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബർഫി റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ, ബർഫി ഇന്ത്യ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയിട്ട് ഡയറക്റ്റ് മെസ്സേജ് അയച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഡൗട്ടും, നിങ്ങൾക്ക് എന്തെങ്കിലും ബഗ് ഫിക്സ് ചെയ്യാനാണെങ്കിലും, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇംപ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിലും ഒക്കെ ഡയറക്റ്റ് അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ടീം കൂടെയാണ്. പിന്നെ ബർഫിയിലെ മേളില് റൈറ്റ് അറ്റത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണിക്കുന്ന ടെംപ്ലേറ്റ്സ്, ഡിസൈൻസ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ യൂസർ ഇന്റർഫേസ് മൊത്തത്തിൽ ഇംഗ്ലീഷിലോട്ട് മാറും. അപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാനും ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. ഇനി മലയാളത്തിൽ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിലോട്ട് ചേഞ്ച് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. സോ എല്ലാവരും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു കിടിലൻ ആപ്ലിക്കേഷൻ ആണ് ബർഫി. മലയാളം ഫോൺസ് കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. അത് ഡൗൺലോഡ് ആവുന്നില്ല, അല്ലെങ്കിൽ അത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ പ്രോബ്ലം ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള ഒത്തിരി പ്രോബ്ലംസ്, ഫയൽ ബ്രോക്ക് ആവുന്ന അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു സൊല്യൂഷനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ടും 10 മിനിറ്റ് കൊണ്ടൊക്കെ ഈസി ആയിട്ട് തന്നെ നമുക്കൊരു ഡിസൈൻ ആണെങ്കിലും തംബ്നെയിൽ ആണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ബർഫി. അതുപോലെ നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ബർഫി ടീമിന്റെ അടുത്ത് ബർഫി ഇന്ത്യ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.